നമ്മൾ ഈ വെബിനാർ സംഘടിപ്പിച്ചതിന്റെ പ്രധാന ഉദ്ദേശം ഈ ആധുനിക ലോകം രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന വലിയൊരു സമൂഹമാണ്. എത്ര വലിയ രോഗങ്ങൾ വന്നാലും എത്ര മരുന്നുകൾ കഴിച്ചാലും ഏതെല്ലാം ചികിത്സാ രീതികൾ ചെയ്താലും രോഗങ്ങൾ മാറാതെ നിൽക്കുന്നു. മാത്രമല്ല ഈ രോഗങ്ങൾ ഒരു ചികിത്സ ചെയ്തിട്ട് മാറാതെ ഉള്ള വല്ലാത്തൊരു അവസ്ഥയിൽ ജനങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ 10,000-കണക്കിന് ആളുകൾ ഈ ഒരു ചികിത്സാ രീതിയിൽ രോഗങ്ങളില്ലാതെ മരുന്നുകളില്ലാതെ ജീവിക്കുന്ന ഒരു സന്തോഷം നമുക്കൊക്കെ കിട്ടണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏതാണ്ട് ഒരു 25 വർഷത്തിൽ അധികമായിട്ട് യാതൊരുവിധ മരുന്നുകളും ഉപയോഗിക്കുന്നില്ല, യാതൊരുവിധ രോഗങ്ങളും ഇല്ലാതെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. ഞാനുമായി ബന്ധപ്പെട്ട എൻ്റെ കുടുംബമായാലും എൻ്റെ സ്റ്റുഡൻസ് ആയാലും എൻ്റെ അടുത്ത് വരുന്ന രോഗികളായാലും ബഹുഭൂരിപക്ഷ ആളുകളും യാതൊരുവിധ മരുന്നുകളും ഇല്ലാതെ ജീവിക്കുന്ന സന്തോഷം ഈ സമൂഹത്തിന് മൊത്തം കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ അത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ ആളുകൾ രോഗിയാവുന്നതും വന്ന രോഗം മാറുന്നത് എങ്ങനെയാണ്, ആളുകൾക്ക് രോഗം മാറാതെ നിൽക്കുന്നതിന് കാരണം എന്താണ്? ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞതുപോലെ ഏതാണ്ട് ഒരുപാട് കാരണങ്ങൾ ഈ വിഷയമുണ്ട്. അതായത് ഒരാൾ രോഗിയാവുന്നതിനും ഒരാളുടെ രോഗം മാറുന്നതിനും അതേപോലെ രോഗം മാറാതിരിക്കുന്നതിന് കാരണം പ്രധാനമായിട്ടും ഓരോ വ്യക്തികളാണ്. അതായത് രോഗം ഉണ്ടാകുന്നതിൻ്റെയും രോഗം മാറാതിരിക്കുന്നതിൻ്റെയും മാറുന്നതിൻ്റെയും കാരണം ഒരു വ്യക്തിയിൽ മാത്രമുള്ളതാണ്. അതാണ് ആളുകൾക്ക് എത്ര മരുന്നുകൾ കഴിച്ചാലും രോഗം മാറാത്തത്. ഇവിടെ ഈ ലോകത്ത് ഒരുപാട് ചികിത്സാ രീതികളുണ്ട്. ആ ചികിത്സാ രീതികളിലൊക്കെ ഉണ്ടായിട്ടും ഇവിടെ മനുഷ്യന്റെ രോഗങ്ങൾ മാറ്റാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഓരോ ദിവസം കഴിയുന്തോറും അല്ല ഓരോ വർഷം തോറും ഹോസ്പിറ്റലിന്റെ എണ്ണം കൂടി വരുന്നു. ഫാർമസികളും ലാബുകളും ഡോക്ടർമാരുടെയും രോഗികളുടെയും എണ്ണം വർദ്ധിക്കുന്നതല്ലാതെ രോഗം മാറാത്ത ഒരു അവസ്ഥ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്തായിരിക്കും ഈ രോഗങ്ങൾ മാറാതിരിക്കുന്നതിന് കാരണം എന്നതിൽ നമ്മൾ പറയുന്നത് പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ഒരു വ്യക്തി, ആ വ്യക്തിയിലാണ് രോഗശമനം ഉള്ളത്, ആ വ്യക്തിയിലാണ് സമാധാനം ഉള്ളത്, ശാന്തി ഉള്ളത്. നമുക്ക് സമാധാനം കിട്ടാത്തൊരവസ്ഥ. സാധാരണ ആളുകൾ പറയാറുണ്ട് സമാധാനമില്ല, ശാന്തിയില്ല, സുഖമില്ല, സന്തോഷമില്ല എന്ന് പറയാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഒരു മനുഷ്യന്റെ സന്തോഷവും സുഖവും ആനന്ദവും സൗഖ്യവും ഒക്കെ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് കിടക്കണം. കാരണം അതാണ് ആർക്കും ഈ രോഗം മാറ്റാൻ കഴിയാത്തത്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട 10 കാരണങ്ങളിൽ ഒന്നാമത്തെ കാരണം നമ്മൾ പറയുന്നത് ഒരു വ്യക്തിയുടെ ചിന്തയാണ്. ചിന്താഗതിയിൽ എത്ര മാറ്റം വരുത്താൻ പറ്റുന്നുണ്ടോ? ഒരു വ്യക്തിയുടെ ചിന്താഗതിയാണ് ഒരു വ്യക്തിയെ രോഗമുണ്ടാക്കുന്നതും രോഗം മാറ്റാതെ നിർത്തുന്നതും രോഗം മാറ്റുന്നതൊക്കെ ഒരു വ്യക്തിയുടെ ചിന്തയുമായി ബന്ധപ്പെട്ട് കിടക്കണം. അപ്പൊ ഇതാണ് ഞാൻ കഴിഞ്ഞ പറഞ്ഞത്, ഒരാളുടെ ആറ്റിറ്റ്യൂഡിൽ, ഒരാളുടെ മനോഭാവത്തിൽ, ഒരാളുടെ ചിന്താഗതിയിൽ എത്ര മാറ്റം വരുത്താൻ പറ്റുന്നുണ്ടോ അത്രയും രോഗത്തിന് ശമന സാധ്യത സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഈ ശമന സാധ്യത സംഭവിക്കുന്നതിന്റെ കാരണം തന്നെ ഒരു വ്യക്തിയുടെ ചിന്താഗതിയാണ്. പ്രധാനമായിട്ടും നമുക്കറിയാം, ഏതൊരാളെ സംബന്ധിച്ച്, ഞാനായാലും ഏതൊരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കണമെങ്കിലും രോഗം ഏതൊരാളും ജീവിക്കുന്നത് എന്തെങ്കിലും അസുഖം ഉണ്ടാവോ എന്ന രീതിയിലുള്ള ജീവിക്കുന്നത്. അതായത് ഇപ്പൊ ഇവിടെ ഏത് നിമിഷവും നമ്മൾ രോഗിയാവുമെന്നും ഇവിടെ എന്തെങ്കിലും അസുഖം വന്നാൽ ഒരിക്കലും മാറില്ല എന്നും ഒരു ചിന്താഗതി മനുഷ്യനുണ്ട്. അതേപോലെ എൻ്റെ അച്ഛനോ അമ്മക്കോ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് എനിക്കും ഉണ്ടാകും എന്ന ഒരു ധാരണ. ഉദാഹരണത്തിന് ഒരാൾക്ക് ഇപ്പം നമ്മുടെ അച്ഛനോ അമ്മക്കോ ഒരു ക്യാൻസറോ ട്യൂമറോ അല്ലെങ്കിൽ തൈറോയിഡോ മാനസിക രോഗമോ അപസ്മാരമോ
ഇങ്ങനെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് എനിക്ക് ഉണ്ടാവുമോ? ഈ ഒരു ചിന്താഗതി പ്രധാനമായിട്ടും സാധാരണ രീതിയിൽ ഒരു നമ്മുടെ അച്ഛനെയോ അമ്മയോ ഡോക്ടറെ അടുത്ത് കാണിക്കുന്ന സമയത്ത്, ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഒരു ഡോക്ടർ പറയുന്നു, അതായത് ഇത് നിങ്ങൾക്കും വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മനസ്സിൽ അന്ന് മുതൽ തന്നെ ആ രോഗത്തിന്റെ വിത്ത് അയാൾ ഇടുന്നു. അപ്പോ ഏത് രോഗത്തിന്റെ വിത്ത് ഇട്ടാലും മുളക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മനുഷ്യ ശരീരം ഉള്ളത്. അപ്പോ ഒരു വ്യക്തി ആ വ്യക്തിയുടെ ചിന്താഗതിയിൽ എനിക്ക് രോഗം ഉണ്ടാകുമോ എന്നോ, അല്ലെങ്കിൽ എനിക്ക് രോഗം ഉണ്ടോ എന്നോ, അല്ലെങ്കിൽ എന്റെ അച്ഛനോ അമ്മക്കോ ഉള്ളത് പോലെ എനിക്ക് രോഗം ഉണ്ടാവുമോ എന്ന രീതിയിലൊക്കെ സംശയിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതി അയാള് സ്ഥിരപ്പെടുത്തുന്നതോടുകൂടി അയാള് നിത്യരോഗിയായി മാറുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. പിന്നെ കാരണം ഒരുപാട് ഉദാഹരണമുണ്ട്. എന്റെ അടുത്ത് മുമ്പ് ഒരു രോഗി വന്നു, രോഗിയല്ല, ഒരാൾ വന്നു എന്നോട് പറഞ്ഞു, പിന്നെ എന്റെ ഉപ്പ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, നമ്മുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ. മുമ്പ് കുടലില് പഴുപ്പ് വന്നിട്ട് കുടലിന്റെ ഭാഗം മുറിച്ച് നീക്കിയതാണ്. അങ്ങനെ 2 തവണ മുറിച്ച് നീക്കി. ഇനിയിപ്പം 3ാമത് തവണ മുറിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ ഉപ്പയുടെ ജ്യേഷ്ഠനും അതിന്റെ ജ്യേഷ്ഠനും അതേപോലെ ഈ വ്യക്തിയുടെ ജ്യേഷ്ഠനെയും ഇതേപോലെ കുടലിൽ പഴുപ്പ് ബാധിച്ച് മുറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എന്റെ കുടലും പഴുപ്പ് വന്ന് മുറിക്കേണ്ടി വരുമോ, എനിക്ക് പഴുപ്പ് വരുമോ എന്നൊരു ചിന്തയാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. അപ്പൊ ഞാൻ അന്ന് മുതൽ പറഞ്ഞു, നിങ്ങളുള്ളിൽ ഈ ചിന്ത ഉണ്ടെങ്കിൽ എന്തായാലും അത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഈ രീതിയിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത് മാറുമെന്നാണ്. പൊതുവെ പറയപ്പെടാറുണ്ട് പാരമ്പര്യമായിട്ട് അസുഖങ്ങൾ ഉണ്ടാവുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ പാരമ്പര്യമായിട്ട് ഒരു രോഗം ഉണ്ടാവുന്നില്ല. പാരമ്പര്യമായിട്ട് ഒരാളുടെ ഫേസ് കട്ട് ഉണ്ടാവാം, ശരീരത്തിന് ചില ഭാഗങ്ങൾ ഉണ്ടാവാം, സ്വഭാവം ഉണ്ടാവാം, പ്രകൃതം ഉണ്ടാവാം, നടത്തം ഉണ്ടാവാം, പല രീതിയിലുണ്ടാവാം, ശരീരചേഷ്ടകൾ ഉണ്ടാവാം. എന്നാൽ ഒരു രോഗവും പാരമ്പര്യമായിട്ട് ഉണ്ടാവുന്നില്ല എന്നൊരു രഹസ്യം, എന്നൊരു മഹാസത്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം ആ വ്യക്തിയുടെ ഉള്ളിൽ അതായത് ആ വ്യക്തിയുടെ അച്ഛനോ അമ്മയോ അവരുടെ ഭക്ഷണ രീതിയോ ജീവിത രീതിയോ ചിന്താ രീതിയോ ഒക്കെ ഫോളോ ചെയ്ത് വരുന്ന ആൾക്ക് സ്വാഭാവികമായിട്ടും അത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ വ്യക്തിയിൽ എന്ത് മാറ്റവും സംഭവിക്കാം. ആ മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ അത് ആ വ്യക്തിയിൽ രോഗങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്നതാണ് സത്യം. ഇപ്പൊ തീർച്ചയായിട്ടും ഒരു ആളുടെ രോഗം മാറാതിരിക്കുന്നതിന്റെയും രോഗം ഉണ്ടാവുന്നതിന്റെയും പ്രധാന കാരണം ആ വ്യക്തിയുടെ ചിന്താഗതിയാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ വ്യക്തിയുടെ ചിന്താഗതിയിൽ മാറ്റം ഉണ്ടാക്കണം. അപ്പൊ അതുകൊണ്ട് അത് മാറ്റം ഉണ്ടാക്കണം. എന്ത് ചെയ്യണം? ആ രീതിയിലുള്ള അറിവുകൾ നമുക്ക് കിട്ടണം എന്നുള്ളതാണ് പ്രധാനമായ കാരണം. അപ്പൊ ഈ പറഞ്ഞതിൽ 10 കാരണങ്ങൾ 1ാമത്തെ കാരണം ഇതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ മാറ്റം വരുത്തണം. അതായത് നമ്മൾ ജീവിക്കുന്ന എന്റെ ജീവിത രീതിയും എന്റെ ചിന്താ രീതിയും എന്റെ ഭക്ഷണശീലങ്ങളും ഒക്കെ മാറ്റി കഴിഞ്ഞാൽ എനിക്ക് രോഗമില്ലാതെ ജീവിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, എനിക്കുള്ള രോഗങ്ങൾ മാറ്റാനും കഴിയും എന്ന ഒരു ബോധം, എന്നൊരു തിരിച്ചറിവ്, എന്നൊരു അറിവ് നമുക്ക് ഉണ്ടാവണം. ഇതാണ് പ്രധാനമായ ഒരു പോയിന്റ്. അപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആളുകൾ രോഗം മാറാതിരിക്കാൻ കാരണം എന്താണ്? വ്യക്തിയുടെ ഉള്ളിലുള്ള മനോഭാവമാണ്. മിക്കവാറും ആളുകളുടെ ഉള്ളിൽ ഈ സംഭവം ഉണ്ടാവും. ഇപ്പൊ ഈ ക്ലാസ്സിലുള്ള ആളുകളായിക്കോട്ടെ, നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുക. എന്തെങ്കിലും അസുഖങ്ങളുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഇത്തരം ചിന്തകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ലോകത്തുള്ള ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ടും കാര്യമില്ല. ഇന്ന് നമുക്കറിയാം, മെയിൻ സ്ട്രീം ചികിത്സ രീതികളായിട്ടുള്ള അലോപ്പതി ആയിക്കോട്ടെ, ആയുർവേദം ആയിക്കോട്ടെ, സിദ്ധ, യുനാനി, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി, അക്യുപഞ്ചർ, ഏത് ചികിത്സ ആയിക്കോട്ടെ, ഏത് ചികിത്സ ആയി കഴിഞ്ഞാലും ഒരു വ്യക്തിയിൽ രോഗശമനം ഉണ്ടാക്കുന്നത് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ആ വ്യക്തിയിൽ മാറ്റം ഉണ്ടാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ വ്യക്തിയിൽ രോഗശമനം ആരംഭിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എത്ര വലിയ അസുഖത്തിനും എത്ര വലിയ ഡോക്ടറെ അടുത്ത് പോയിട്ടും കോടികൾ, ഇപ്പൊ പല കേട്ടിട്ടുണ്ടാവും, ഇത്ര കോടി, 18 കോടി, 16 കോടി, 5 കോടി, എത്ര കോടി കൊടുത്തു കഴിഞ്ഞാലും രോഗം മാറ്റാൻ ആർക്കും സാധ്യമല്ല. കാരണം ആ വ്യക്തിയുടെ ചിന്താഗതിയിൽ മാറ്റം വരിക എന്നുള്ളത് വളരെ പ്രധാനമാണ്. താൽക്കാലികമായിട്ട് ശമനം ഉണ്ടാവും, താൽക്കാലികമായിട്ട് മാറ്റം ഉണ്ടാവും. പക്ഷേ പൂർണ്ണ ശമനം ലഭിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ ചിന്താഗതി മാറ്റണം. അതാണ് പോയിന്റ് നമ്പർ 1. രണ്ടാമത്തെ ഒരു പോയിന്റ്, വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു പോയിന്റ് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഒരു ജീവശരീരത്തെ കുറിച്ചുള്ള ശരിയായ അറിവില്ലായ്മയാണ് ഈ രോഗം മാറുന്നതിന് തടസ്സം, അല്ലെങ്കിൽ രോഗം മാറ്റുന്നതിന് തടസ്സം. ഇപ്പൊ നമ്മൾ അറിയാം, ഈ വൈദ്യശാസ്ത്രത്തിൽ സാധാരണ രീതിയിൽ വൈദ്യശാസ്ത്രത്തിൽ ഉള്ള ആളുകൾ അല്ലെ, ഇപ്പൊ പല മെയിൻ സ്ട്രീം ചികിത്സാ രീതിയിലുള്ള ആളുകൾ. അപ്പോ ഇവര് 5 വർഷം, ആരായാലും എത്ര വർഷം, 2 വർഷമോ 5 വർഷമോ 10 വർഷമോ ഇനി 15 വർഷമോ 20 വർഷമോ പഠിച്ചു കഴിഞ്ഞാലും ഒരു ജീവശരീരത്തെ കുറിച്ച് ഇപ്പോഴും പഠനം നടന്നിട്ടില്ല. കാരണം ഒരു ജീവശരീരം എന്നുള്ളത് പല ലെയറുകൾ ചേർന്നാണ്. ഒരു ജീവശരീരത്തിന് ഒരു ഫിസിക്കൽ ബോഡി ഉണ്ട്, ഒരു
മെന്റൽ ബോഡി ഉണ്ട്, ഒരു സ്പിരിച്വൽ ബോഡി ഉണ്ട്, ഒരു ഇമോഷണൽ ബോഡി ഉണ്ട്, അതേപോലെ തന്നെ ഒരു കെമിക്കൽ ബോഡി ഉണ്ട്, ഒരു എനർജി ബോഡി ഉണ്ട്. എന്നാൽ ഇപ്പൊ നമുക്കറിയാം, ഏത് വൈദ്യശാസ്ത്രം എടുത്തു കഴിഞ്ഞാലും ഇതിൽ ഫിസിക്കൽ ബോഡിയെ കുറിച്ച് മാത്രം ഫിസിയോളജി പഠിക്കുന്നുണ്ട്, ഫിലോസഫി പഠിക്കുന്നുണ്ട്, അതിലേക്കുള്ള ഫാർമക്കോളജി പഠിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഫിസിക്കൽ ബോഡിയുടെ ഉള്ളിൽ ഒരു മെന്റൽ ബോഡി ഉണ്ട്, ഒരു ഇമോഷണൽ ബോഡി ഉണ്ട്, ഒരു സ്പിരിച്വൽ ബോഡി ഉണ്ട്, ഒരു ഈ പറഞ്ഞതുപോലെ എനർജി ബോഡി ഉണ്ട്, കെമിക്കൽ ബോഡി ഉണ്ട്. അപ്പൊ ഇവിടെ മാറ്റം വരുത്താതെ ഒരു രക്ഷയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ കുറിച്ച് പഠിക്കുന്നില്ല. എന്നാൽ അപ്പൊ ഈ ഫിസിക്കൽ ബോഡിയുടെ ഉള്ളിൽ ഈ ഫിസിക്കൽ ബോഡിയെ പ്രവർത്തിപ്പിക്കുന്ന അല്ലെങ്കിൽ ഫിസിക്കൽ ബോഡിയിലേക്ക് രോഗം ഉണ്ടാക്കുന്ന മെന്റൽ ബോഡി, ഇമോഷണൽ ബോഡി. അപ്പൊ ഒരാളുടെ ഇമോഷണൽ ബോഡിയിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അയാളുടെ മെന്റൽ ബോഡിയിൽ പ്രശ്നം ഉണ്ടാകുന്നു, മെന്റൽ ബോഡിയിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഫിസിക്കൽ ബോഡിയിൽ പ്രശ്നം ഉണ്ടാകുന്നു. എന്നാൽ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ ഈ മെന്റൽ ബോഡി, ഇമോഷണൽ ബോഡി പ്രശ്നം ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് കെമിക്കൽ ബോഡിയിൽ പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഈ അക്യുപഞ്ചർ ചികിത്സയുടെ പ്രധാന ഭാഗം എനർജി ബോഡിയാണ്. എനർജി ബോഡി എന്നാൽ കണ്ണുകൊണ്ട് കാണാത്ത ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ബോഡി നമുക്കുണ്ട്. ആ എനർജി ബോഡിയിലുള്ള മാറ്റമാണ്, ആ എനർജി ബോഡിയിലുള്ള ഇംബാലൻസ് ആണ് ഈ മറ്റുള്ള കെമിക്കൽ ബോഡിയിലും അതുപോലെ മെന്റൽ ബോഡിയിലും ഇമോഷണൽ ബോഡിയിലും അതുപോലെ ഫിസിക്കൽ ബോഡിയിലും ചേഞ്ച് വരുത്തുന്നത് എന്നാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഡയഗ്നോസിങ് ഫിസിക്കൽ ബോഡിയിൽ മാത്രം ഡയഗ്നോസ് ചെയ്തുകൊണ്ട് രക്തമോ മൂത്രമോ കഫമോ മലമോ എന്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും ഫിസിക്കൽ ബോഡിയുടെ വേസ്റ്റിനെ മാത്രമാണ് പരിശോധിക്കുന്നത്. എന്നാൽ ഇതിന്റെ ഉള്ളിൽ ഈ ഫിസിക്കൽ ബോഡിയെ പ്രവർത്തിപ്പിക്കുന്ന എനർജി ബോഡിയിൽ ഒന്നും ചെയ്യുന്നില്ല എന്നത്, അതാണ് രോഗം മാറാതിരിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട കാരണം. അപ്പൊ യഥാർത്ഥത്തിൽ ഈ എനർജി ബോഡിയിൽ ഇടപെട്ടുകൊണ്ട് ചികിത്സിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരാൾക്ക് രോഗശമനം സാധ്യമാണ്. അതാ ഞാൻ പറഞ്ഞത്, 10,000-കണക്കിന് ആളുകൾ ഓരോ ഇപ്പൊ സാധാരണ എന്റെ ചികിത്സയിൽ വന്ന് ഞാൻ പറഞ്ഞു 25,000-ത്തിലധികം രോഗികളെ ഞാൻ ചികിത്സിച്ചു കഴിഞ്ഞു. ഏതാണ്ട് എത്രയോ ആളുകൾ, പറഞ്ഞ ആളുകൾ ഒരു 2-3% ചിലപ്പോൾ ചികിത്സ വിട്ടുപോയിട്ടുണ്ടാവാം. ക്ഷമയില്ലാത്തത് കൊണ്ടോ, ചുറ്റുപാടുള്ള ആൾ സമ്മർദ്ദം കൊണ്ടോ, അതുപോലെ അറിവില്ലായ്മ കൊണ്ടോ, ഭയം കൊണ്ടോ ഇവർ ചിലപ്പോൾ ചികിത്സ വിട്ടുപോയിട്ടുണ്ടാവാം. എന്നാൽ അതല്ലാത്ത ആളുകൾ, ധാരാളം ആളുകൾ ഇന്നും വർഷങ്ങളായിട്ട് മരുന്നുകളില്ലാതെ, രോഗങ്ങളില്ലാതെ വളരെ ഹാപ്പി ആയിട്ട് വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് എന്ന സത്യം എന്താണ്? കാരണം ഇവിടെ ഇടപെടുന്നത് എനർജി ബോഡിയിൽ മാത്രമാണ്. നമുക്കറിയാം, ഒരു ഫാന്, ഒരു മിക്സി, ഒരു റെഫ്രിജറേറ്റർ, ഒരു AC, നിങ്ങൾ എയർ കണ്ടീഷൻ എന്ത് നോക്കിക്കഴിഞ്ഞാലും ഇതിന്റെ സ്ട്രക്ചറൽ ആയിട്ടുള്ള പ്രശ്നത്തിന് നിങ്ങൾ ചികിത്സ ചെയ്യാം, അല്ലെ? അതൊരു മെക്കാനിക് വന്ന് അതിനെ ട്രീറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ നന്നാക്കും. എന്നാൽ ഇതിന്റെ എനർജി ബോഡി എന്നുള്ളത് ഇലക്ട്രിസിറ്റിയാണ്, അല്ലെ? അപ്പൊ ഒരു ഇതിൽ ഒരു ഫാൻ ആയിക്കോട്ടെ, റെഫ്രിജറേറ്റർ ആയിക്കോട്ടെ, എയർ കണ്ടീഷണർ, ഏതിലായാലും ഇതിലേക്ക് ഒരു കറണ്ട് വരാതിരുന്നാൽ എന്ത് കാര്യം? അപ്പൊ കറണ്ടിലുള്ള ഇൻബാലൻസ്, എനർജി, അതായത് വോൾട്ടേജിലുള്ള ഇൻബാലൻസ് സ്ഥിരമായി സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് തകരാറ് വരാം. ഈ തകരാറ് വന്ന ഈ സംഗതിക്ക് കാരണം എന്തായിരിക്കും? ഈ ഇലക്ട്രിസിറ്റിയുള്ള വേരിയേഷൻ ആണ്. അപ്പൊ ഇലക്ട്രിസിറ്റിയിലുള്ള വേരിയേഷൻ കറക്റ്റ് ചെയ്യാത്തോടത്തോളം കാലം നിങ്ങൾ എത്ര ഫ്രിഡ്ജ് മാറ്റി വെച്ച് കഴിഞ്ഞാലും, എത്ര നിങ്ങൾ ഇലക്ട്രോണിക്സ് ഐറ്റം മാറ്റി വെച്ച് കഴിഞ്ഞാലും വീണ്ടും വീണ്ടും തകരാറ് സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യുന്ന ഒരു മെക്കാനിസം അവിടെ പ്രവർത്തിക്കുമ്പോൾ അത് സംഭവിക്കില്ല. അപ്പോൾ ഈ ഒരു മനുഷ്യ ശരീരത്തെ കുറിച്ച് കൃത്യമായ ഒരു അറിവില്ലായ്മയാണ് രോഗം മാറാതിരിക്കാനും രോഗം മാറാനുമുള്ള കാരണം. അപ്പൊ ഞാൻ പറഞ്ഞത്, എത്ര നിങ്ങൾ ലോകത്ത് എത്ര കോടികൾ ചെലവാക്കി കഴിഞ്ഞാലും, എത്ര വലിയ ഡോക്ടർക്ക് പോയി കഴിഞ്ഞാലും രോഗം മാറൂല. തീർച്ചയായിട്ടും നിങ്ങൾ നോക്കിക്കോ. അതാണ് ഓരോ വർഷവും ഹോസ്പിറ്റലിന്റെ എണ്ണം കൂടി വരുന്നത്, ഫാർമസിയുടെ എണ്ണം കൂടി വരുന്നത്, ലാബുകളുടെ എണ്ണം കൂടി വരുന്നത്, ഡോക്ടർമാർ കൂടി വരുന്നത്, രോഗികൾ കൂടി വരുന്നത്. ഒരു രോഗി തന്നെ മരുന്ന് ഒന്ന് കഴിച്ച് രണ്ടാമത്തെ മരുന്നും മൂന്നാമത്തെ മരുന്നും കഴിക്കേണ്ട, അല്ലെങ്കിൽ 10 മരുന്നും കഴിക്കേണ്ട അവസ്ഥ വരുന്ന കാരണം എന്താണ്? ചികിത്സ ഒരാൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥ ചികിത്സ ഒരാൾക്ക് കിട്ടുകയാണെങ്കിൽ അയാൾക്ക് ഒരിക്കലും രോഗം ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, ഉള്ള രോഗം പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ ഇതാണ് രണ്ടാമത്തെ കാരണം. വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാരണം ഞാൻ പറഞ്ഞത്, ഈ ഒന്നാമത്തെ വിഷയം കാരണം തന്നെ വിശദീകരിക്കാൻ ഒരുപാടുണ്ട്. ഒന്നാമത്തെ കാരണം വിശദീകരിക്കാൻ ഒരുപാടുണ്ട്. ഇത് നമ്മൾ സാധാരണ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇത് വിശദീകരിക്കാൻ കഴിയില്ല. ഏതായാലും രണ്ടാമത്തെ കാരണം, മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാരണം കെമിക്കലുകളുടെ അമിതമായ ഉപയോഗമാണ്. കെമിക്കലുകൾ, നാം കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മുടെ ചുറ്റുപാടുമുള്ള എൻവിറോൺമെന്റ്, ഈ എൻവിറോൺമെന്റിൽ നിന്നും, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ നിന്നും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും, നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ നിന്നും ശരീരത്തിൽ എത്തുന്ന കെമിക്കലുകൾ, അത് രാസമരുന്നുകളാവാം, രാസവളങ്ങൾ ചേർത്ത ഭക്ഷണങ്ങളാവാം, ഏത് വിധേനയും നമ്മുടെ ശരീരത്തിൽ എത്തുന്ന കെമിക്കലുകൾ ശരീരത്തിന്റെ കോശങ്ങളെ നശിപ്പിക്കുന്നുണ്ട് എന്നാണ് സത്യം.
ഇപ്പം ഒരു കെമിക്കൽ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ കെമിക്കലിന്റെ ആദ്യ പണി ഒരു ശരീരത്തിന്റെ കോശങ്ങളെ ഇല്ലാതാക്കുകയാണ്. ഡി ജനറേഷൻ ഓഫ് ദ സെൽ. ഒരു സെല്ലിന്റെ ജീവനെ നശിപ്പിക്കുന്നത്, അതായത് നമ്മുടെ മനുഷ്യ ശരീരം എന്നുള്ളത് കോടാനുകോടി കോശങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. കോടാനുകോടി കോശങ്ങൾ. ഈ കോടാനുകോടി കോശങ്ങൾ കൊണ്ടുണ്ടാക്കിയ നമ്മുടെ ശരീരത്തിന്റെ കോശങ്ങളെ തകർക്കുന്നത് രാസ മരുന്നുകളാണ്, രാസവിഷങ്ങളാണ്, രാസവളങ്ങളാണ്, അതേപോലെ ചുറ്റുപാടുമുള്ള എൻവറോൺമെന്റിന് വരുന്ന കെമിക്കലുകളാണ്. അപ്പൊ ഒരാളുടെ ശരീരത്തിൽ കെമിക്കൽ എത്തിക്കഴിഞ്ഞാൽ ആ കെമിക്കലിനെ ശരീരം കെമിക്കൽ പൂർണ്ണമായിട്ടും ആ കോശങ്ങളെ നശിപ്പിക്കുകയും ഈ കോശം നശിച്ച് പുറന്തള്ളപ്പെടാതെ അവിടെ കെട്ടിക്കിടന്നാൽ ഭാവിയിലേക്ക് ട്യൂമറുകളും ക്യാൻസറുകളും ഒക്കെ ആയി മാറും. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇതാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. അതായത് ഒരു കെമിക്കൽ, ഉദാഹരണത്തിന് നമ്മുടെ ഭക്ഷണത്തിലുള്ള കെമിക്കൽ ആയിക്കോട്ടെ, മരുന്നുകളായിക്കോട്ടെ, എന്തായാലും എന്തെങ്കിലും ഡ്രഗുകളായിക്കോട്ടെ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്മോക്ക് ആയിക്കോട്ടെ, പുകവലിയിലൂടെയോ അല്ലെങ്കിൽ മദ്യപാനത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റുള്ള വല്ല ഡ്രഗ്സിന്റെ നമ്മളെ ഇൻടേക്ക് അബ്യൂസ്, ഡ്രഗ് അബ്യൂസ്, ഇതിലൂടെയൊക്കെ സ്വാഭാവികമായിട്ട് ശരീരത്തിലെത്തിയ കെമിക്കലുകൾ കോശങ്ങളെ ഇല്ലാതാക്കുകയും ഈ കോശങ്ങൾ ശരീരത്തിൽ പുറന്തള്ളപ്പെടാതെ കെട്ടിക്കിടക്കുകയും ചെയ്താൽ അയാള് നിത്യരോഗിയായും മാറാരോഗിയായും മഹാരോഗിയായും മാരക രോഗിയായിട്ടും അവസാനം ദയനീയമായിട്ട് മരണത്തിന് കീഴടങ്ങിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറയേണ്ട വല്ലാത്തൊരു ദാരുണമായ അവസ്ഥയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്കറിയാം അല്ലെ, ഏതൊരാളെ നോക്കുകയാണെങ്കിൽ ഒരു ഗുളികയിൽ തുടങ്ങിയ ആള് 2 ഗുളികയായി, 3 ഗുളികയായി, 5 ഗുളികയായി, അവസാനം പല ചികിത്സകളും ചെയ്ത് അവസാനം അയാൾ അതിദയനീയമായിട്ട് അയാൾ ICUവിലോ വെന്റിലേറ്ററിലോ കിടന്ന് ഈ ലോകത്തോട് വിട പറയേണ്ട വല്ലാത്തൊരു അവസ്ഥയാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമുക്കറിയാം, നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവും, നമ്മുടെ ഉമ്മയായിക്കോട്ടെ, ഉപ്പയോ, നമ്മുടെ സുഹൃത്തുക്കളോ, നമ്മളെ അയൽവാസിയോ, നമ്മളെ ഏറ്റവും അടുത്ത ബന്ധുക്കളോ ഒക്കെ ഉണ്ടാവാം. പലരും സംഭവിച്ചിട്ടുണ്ടാവും. ഞാൻ ഒന്നിനെയും എതിർത്ത് പറയല്ല, ഞാൻ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിന്റെ കൃത്യമായിട്ടുള്ള മെക്കാനിസം മനസ്സിലാക്കാതിരുന്നാൽ ഒരാൾക്കും രോഗം മാറ്റാൻ കഴിയില്ല എന്നത് വളരെ പ്രധാനമായിട്ടുള്ള സത്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ എത്തി നമ്മൾ സാധാരണ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, വെള്ളം കുടിച്ചു കഴിഞ്ഞാലൊക്കെ ശരീരത്തിൽ എന്ത് ഇത് ദഹനത്തിന് ശേഷം വേസ്റ്റുകൾ ഉണ്ടാവും അല്ലെ. ഉദാഹരണത്തിന് നമ്മൾ ഭക്ഷണം കഴിച്ച് അത് ഫുഡ് പൈപ്പിലൂടെ ആമാശയത്തിലെത്തി ചെറുകുടലിലേക്ക് പ്രവേശിച്ച് വൻകുടലിലെത്തി അത് വിസർജ്യമായിട്ട് പുറന്തള്ളപ്പെടുന്നുണ്ട്. ഇങ്ങനെ കൃത്യമായിട്ട് മലശോധന ഇല്ലാത്ത ആള്, കൃത്യമായിട്ട് മൂത്രം പോകാത്ത ആള്, സ്ഥിരമായിട്ട് വിയർപ്പില്ലാത്ത ആള്, സ്ഥിരമായി ശ്വാസോച്ഛ്വാസം സംഭവിക്കാത്ത ആൾക്കൊക്കെ ഈ രോഗം മാറാതെ കിടക്കും. അപ്പൊ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളായി മാറും അല്ലെ. അപ്പൊ അതായത് നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ, ഇനി സെല്ലുലാർ വേസ്റ്റ് എന്ന് പറയുന്നത് കെമിക്കൽ എത്തിക്കഴിഞ്ഞാൽ സെല്ലുകൾ നശിച്ചാൽ സെല്ലുലാർ വേസ്റ്റ് എന്ന് പറയും. സെല്ലുലാർ വേസ്റ്റ് ആയിക്കോട്ടെ, നമ്മുടെ ശരീരത്തിലുള്ള മറ്റു ഘടകങ്ങളിലുണ്ടായ വേസ്റ്റ് ആയിക്കോട്ടെ, ഈ വേസ്റ്റുകൾ നോർമലായിട്ട് സ്ഥിരമായിട്ട് പുറത്തു പോകാതെ അത് ശരീരത്തിൽ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ രോഗം ഉടലെടുക്കുകയാണ്. എന്നാൽ ഈ രോഗം ഉടലെടുക്കാതിരിക്കാനുള്ള എന്താ ചെയ്യേണ്ടത്? കൃത്യമായിട്ടുള്ള മലശോധന. അതായത് നമ്മുടെ ശരീരത്തിൽ 4 വിസർജന മാർഗങ്ങളാണത്. ഒന്ന് മലം, മൂത്രം, വിയർപ്പ്, ശ്വാസോച്ഛ്വാസം. ഈ 4 മാർഗത്തിലൂടെയാണ് ശരീരത്തിൽ വിസർജ്യങ്ങൾ പോകുന്നത്. അപ്പൊ ഒരാൾക്ക് കൃത്യമായ മലശോധന ഇല്ല എങ്കിൽ അയാൾ രോഗിയാവും. ചില ആളുകൾക്ക് മലം പോകുന്നുണ്ടാവില്ല, മൂത്രവും വിയർപ്പൊക്കെ ഉണ്ടാവും. ചില ആളുകൾക്ക് മൂത്രമായിരിക്കും പോകാതിരിക്കുന്നത്, ചില ആൾക്ക് വിയർക്കാതിരിക്കുകയാണ്. മുമ്പ് കാലത്ത് നമുക്കറിയാം, ഇപ്പോ നമ്മുടെ ചികിത്സയിൽ വരുന്ന ഈ സ്ട്രോക്ക് പേഷ്യൻസ്, സ്ട്രോക്ക് ബാധിച്ചുള്ള ആളുകൾ, ഹാർട്ട് അറ്റാക്ക് പേഷ്യൻസ്, അതുപോലെ ക്യാൻസർ പേഷ്യൻസ്, ഇങ്ങനെ തുടങ്ങി മാരകമായ രോഗികൾ എന്ന് നിങ്ങൾ വിലയിരുത്തുന്ന അല്ലെങ്കിൽ വിളിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവരുടെ ശരീരത്തിൽ നിരന്തരമായിട്ട് കെമിക്കലുകൾ വന്നു ചേരും തോറും ശരീരത്തിന്റെ കോശങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഈ കോശങ്ങളെ പുറന്തള്ളുന്ന രീതിയില്ല. ഈ പുറന്തള്ള എങ്ങനെയാണ്? ചിലപ്പോൾ വേർപ്പായിട്ട് വരും, ചിലപ്പോൾ മൂക്കുന്ന് ഒലിച്ചു വരും. നമുക്കറിയാം, നമുക്ക് ഈ സൈനസ് ഏരിയയിലുള്ള ഭാഗം, ഈ സൈനസ് ഏരിയയിലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തലച്ചോറിൽ നിന്നുള്ള വിസർജ്യം, നമ്മുടെ തലച്ചോറിന് മലമുണ്ട്, കണ്ണിന് മലമുണ്ട്, മൂക്കിന് മലമുണ്ട്, ചെവിന് മലമുണ്ട്, തൊണ്ടയിൽ മലമുണ്ട്, നമ്മുടെ ആവാസ വ്യവസ്ഥയിലും മലമുണ്ട്. അപ്പോ സാധാരണ രീതിയിൽ മലം പോകുന്നത് പറഞ്ഞു പോയാൽ നമ്മുടെ കണ്ണിലെ മലം പോകണം, ബ്രെയിനിലുള്ള തലച്ചോറിലുള്ള മലം പോകണം, മൂക്കിലുള്ള മലം പോകണം, ചെവിയിലുള്ള മലം പോകണം. അപ്പൊ ഏതൊരു അവയവത്തിന്റെ പ്രവർത്തനത്തിന് ശേഷം ഉണ്ടാവുന്ന വിസർജ്യമാണ് മലം അല്ലെങ്കിൽ വിസർജ്യം എന്ന് പറയുന്നത്. ഈ വിസർജ്യം നമ്മുടെ തലച്ചോറിലുള്ളതും കണ്ണിലുള്ളതും മൂക്കിലുള്ളതും ചെവിയിലുള്ളതും ഒക്കെ എതിരെ പോകുന്നത്? മൂക്കിലൂടെയാണ് പോകുന്നത്. മൂക്കിലൂടെ ചൂടായിട്ടോ നീരായിട്ടോ കഫമായിട്ടോ ബ്ലഡ് ആയിട്ടോ ഏതെങ്കിലും രൂപത്തിൽ പോയിക്കൊണ്ടിരിക്കും. അപ്പോ നമ്മുടെ ഇത്രയും ഇന്റേണൽ ഭാഗത്തുള്ള വിസർജ്യങ്ങൾ കൃത്യമായിട്ട് മൂക്കിലൂടെ ശ്വാസമായിട്ടും
വായുവായിട്ടും അതുപോലെ ചൂടായിട്ടും നീരായിട്ടും കഫമായിട്ടും ബ്ലഡ് ആയിട്ടും ഒക്കെ പോകുമ്പോ നിങ്ങൾ അതിനെ ജലദോഷമെന്നോ തുമ്മലെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടോ മൂക്കിൽ ബ്ലഡ് വേറെ പ്രശ്നമാണോ മനസ്സിലാക്കി നിങ്ങൾ വീണ്ടും കെമിക്കലുകളോ മറ്റോ ഉപയോഗിച്ച് തടഞ്ഞു നിർത്തുമ്പോൾ അത് വീണ്ടും അവിടെ കെട്ടിക്കിടന്ന് അവിടെയുള്ള ബാക്കിയുള്ള കോശങ്ങൾ കൂടി നശിച്ച് അത് അയാള് സാധാ അവസ്ഥയിൽ നിന്ന് നിത്യരോഗി, മഹാരോഗി, മാറാരോഗി, മാരക രോഗി അക്കമായി അവസാനം ഒരു ജീവചവമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് കൃത്യമായിട്ട് ഉണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട്. അതിൽ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞ രോഗങ്ങൾ മാറാതിരിക്കുന്നതിന് കാരണമായിട്ട് 3 കാരണങ്ങൾ പറഞ്ഞു. ഈ 3 കാരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ശരിക്കും നിങ്ങൾക്ക് അവസാനം ചോദിക്കാനുള്ള അവസരമുണ്ട്. വേണമെങ്കിൽ നമ്മളൊരു 3 കാരണങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ ആൾക്ക് വേണമെങ്കിൽ സംശയം ചോദിക്കാം ഇതുമായി ബന്ധപ്പെട്ട. ഞാൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാതായി പോയ ബുദ്ധിമുട്ടാവും. ഇത് വളരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും അസുഖം ഉണ്ടാവില്ല. ഞാൻ ഈ വ്യക്തി ഏതാണ്ട് 25 വർഷമായിട്ട് ഒരു രോഗമില്ലാതെ ജീവിക്കുന്നു. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഈ ഒരു കാര്യം വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചതിന്റെ ഭാഗമാണ്, പഠിച്ചതുകൊണ്ട് കിട്ടിയ ഗുണമാണ്. പഠിച്ചില്ലായിരുന്നെങ്കിൽ ഞാനും നിങ്ങളെപ്പോലെ രോഗിയായേനെ, എനിക്കും ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചേനെ, എനിക്കും പല അസുഖങ്ങൾ ഉണ്ടായേനെ. കാരണം ഈ ഒരു അറിവ്, യഥാർത്ഥ സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള അറിവ് കിട്ടിയത് കൊണ്ട്, നേടിയത് കൊണ്ട്, അത് ശരിക്കും എന്റെ ജീവിതത്തിൽ അനുഭവം ഉള്ളത് കൊണ്ട് എനിക്ക് അസുഖമല്ല മാത്രമല്ല ഈ ഞാൻ അനുഭവിക്കുന്ന ഈ സുഖവും സന്തോഷവും നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടണം എന്റെ അതിയായ ആഗ്രഹമാണ്. അല്ലെ? ലോകത്തുള്ള മുഴുവൻ ആളുകളും എന്റെ സഹോദരി സഹോദരങ്ങളാണ്. അല്ലെ? അപ്പൊ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും രോഗങ്ങൾ ഉണ്ടാവാതെ, രോഗങ്ങളെ ഭയപ്പെടാതെ ജീവിക്കാൻ കഴിയണം. ഒരുപാട് വിഷയം നമ്മൾ സാധാരണ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. കാരണം ഞാൻ ഈ പറഞ്ഞു വെച്ച് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. പക്ഷെ അത് ക്ലിയർ ചെയ്യാൻ ചെറിയ രൂപത്തിൽ പറയാം, ബാക്കി നമുക്ക് പിന്നീട് തന്നെ സംസാരിക്കുകയും ചെയ്യാം. അപ്പൊ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു സംശയങ്ങൾ ഒരു 2-3 ആൾക്ക് മാത്രമാണെങ്കിൽ ചോദിക്കാം. അതിനുള്ള ചെറിയൊരു അവസരം, ഒരു 5 മിനിറ്റ് സമയം തരുന്നുണ്ട്. ജസ്റ്റ് ഞാൻ എന്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കാം, താൽക്കാലികമായി അവസാനിപ്പിക്കുന്നു. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ എന്തെങ്കിലും 1-2 പേർക്ക് ചോദിക്കാം. ഓക്കെ സാറേ, ഞാൻ ചോദിച്ചോട്ടെ സാറേ? ഓക്കെ സാർ, അപ്പൊ നമ്മൾ ഈ മാലിന്യങ്ങൾ പുറന്തള്ളുന്നത് അമിതമായി പുറന്തള്ളുമ്പോൾ അത് ഒരു രോഗാവസ്ഥയായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നില്ല സാർ? അപ്പൊ അതൊരു പേഷ്യൻസിന് അതൊരു ബുദ്ധിമുട്ടാവാറുണ്ടല്ലോ. കാരണം നമുക്ക് ഈ രോഗം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഇത് പറയുന്ന ഈ കഫമാണെങ്കിലും ഈ മാലിന്യമാണെങ്കിലും അമിതമായി പുറന്തള്ളുമ്പോൾ അതൊരു അസ്വസ്ഥത ഉണ്ടാക്കുമ്പോൾ അവർക്കുണ്ടാകുന്നത് അതിന് നമ്മൾ രോഗം എന്നുള്ള അവസ്ഥയിലല്ലേ കാണപ്പെടുന്നത്? അമിതമായി പുറന്തള്ളുമ്പോ പ്രശ്നമില്ലെന്ന് ചോദിച്ചല്ലേ? അതെ. ഓക്കെ. അപ്പൊ അത് നമ്മൾ ചെയ്യേണ്ടത്, ഈ അധികമായി പുറന്തള്ളാനുള്ള കാരണം എന്താണ്? ശരീരത്തിൽ അമിതമായിട്ട് കോശങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയോ മാലിന്യങ്ങൾ സ്ഥിരമായിട്ട് മാലിന്യം പോവാണ്, അമിതമായിട്ട് ഉണ്ടാവില്ല. അപ്പൊ സ്ഥിരമായിട്ട് എന്നും ഡെയിലി ഒരാൾക്ക് മലം പോവുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല, ഡെയിലി മൂത്രം പോവാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അപ്പൊ ഡെയിലി ശരീരത്തിന്റെ മാലിന്യങ്ങൾ മലമായോ മൂത്രമായോ വിയർപ്പായിട്ടോ മൂക്കിലൂടെയോ വായുവായിട്ടോ പോവുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ എന്നാൽ ഇത് സ്ഥിരമായി പോകാത്തതുകൊണ്ടാണ് കുഴപ്പം. അത് കുഴപ്പമല്ല, ആ സമയത്ത് ശരീരം അവർക്ക് കൊടുക്കുന്ന സിഗ്നലുകൾ ഉണ്ട്. അപ്പൊ ശരിക്കും ഇത് കൂടുതലായി പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആ സമയത്ത് അയാൾക്ക് ക്ഷീണം ഉണ്ടാവും. ചിലപ്പം ക്ഷീണം ഉണ്ടാകുമ്പോൾ അയാൾ പരിപൂർണമായി വിശ്രമം എടുക്കണം. കാരണം ശരീരമാണ് ഇതിനെ പുറന്തള്ളുന്നത്. ശരീരം ഒരു വേസ്റ്റിനെ പുറന്തള്ളുമ്പോൾ അയാൾക്ക് കൊടുക്കുന്ന സിഗ്നലാണ് ക്ഷീണം എന്നുള്ളത്. ചിലപ്പം അയാൾ വിശപ്പ് നിർത്തിവെക്കും. കാരണം വിശപ്പ് നിർത്തിവെക്കുന്നത് ഈ മാലിന്യത്തെ പുറന്തള്ളാൻ വേണ്ടി ശരീരത്തിലേക്ക് ഇൻടേക്കിനെ നിർത്തിവെക്കും. അത് ശരീരത്തിൽ മാലിന്യം കൂടുതലുണ്ടെങ്കിൽ ഈ മാലിന്യം പുറന്തള്ളാൻ വേണ്ടി ശരീരം നമ്മൾ ഭക്ഷണം അകത്തേക്ക് കൊടുക്കുന്നത് തടഞ്ഞു വെക്കും. അതാണ് വിശപ്പിനെ നിർത്തിവെക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, ക്ലിയർ ആണോ? ടൈറ്റ് കിട്ടോ? ഓക്കെ സാർ, ക്ലിയർ ആണ്. അതിൽ തന്നെ ഒരു ഡൗട്ട് ഉണ്ട്. എന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ വയറിളക്കം, വയറിളക്കം പറയണെങ്കിൽ വയറിളക്കം കൂടുതലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഡീഹൈഡ്രേഷനും നമുക്ക് മരണം വരെ സംഭവിക്കൂലേ? അപ്പൊ വയറിളക്കം അമിതമായാൽ നമ്മളത് മരുന്ന് കുടിച്ച് നിർത്തേണ്ട എന്നാണ് ചോദ്യം. ഓക്കെ. അതായത് എനിക്ക് അവസാനമായിട്ട് ഒരു അസുഖം ശരിക്കും വന്നത് 2013 എനിക്കൊരു വയറിളക്കം ഉണ്ടായി. ഞാൻ കോയമ്പത്തൂർ പഠിക്കുന്ന സമയത്ത് എനിക്ക് വയറിളക്കം 7 ദിവസം വയറിളക്കം ഉണ്ടായി. ഞാൻ ഇന്നും ജീവനോടെ ഉണ്ട്. കാരണം എന്ന് സംബന്ധിച്ചാൽ അത് അവിടുന്ന് പുറമേ നിന്ന് ഭക്ഷണം കഴിച്ചതിന് പേരിലുണ്ടാകും. കാരണം നമ്മുടെ ശരീരത്തിൽ എന്തോ ഒരു ഫുഡ് പോയിസൺ ഉണ്ടായി.
അപ്പൊ ആ പോയിസനെ ശരീരം പുറന്തള്ളുന്ന രീതിയായിരുന്നു അത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ മനസ്സിലാക്കി നിന്നുകൊണ്ട് എന്ത് ചെയ്യും, ശരീരത്തിന് ക്ഷീണം ഉണ്ടായിരുന്നു, റെസ്റ്റ് എടുത്തു. അപ്പൊ ആ സമയങ്ങളിൽ ശരീരത്തിന് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതി. നമ്മൾ ആവശ്യമില്ലാതെ കൊടുത്തുകൊണ്ടിരുന്നാൽ ബുദ്ധിമുട്ടാവും. കാരണം അങ്ങനെ കൊടുക്കുമ്പോഴാണ് ശരീരം ബുദ്ധിമുട്ടാവുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ വയറിളക്കുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഭക്ഷണം അകത്തേക്ക് കൊടുത്തുകൊണ്ടിരുന്നാൽ ശരീരത്തിന് നിങ്ങൾ അകത്തേക്ക് കൊടുത്ത ഭക്ഷണത്തിനെ ദഹിപ്പിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. ദഹിപ്പിക്കേണ്ട അവസ്ഥയുണ്ട്, ഈ മാലിന്യത്തെ പുറന്തള്ളേണ്ട അവസ്ഥയുണ്ട്. ഈ രണ്ട് അവസ്ഥ ഉണ്ടാകുമ്പോൾ ശരീരത്തിന് കടുത്ത ക്ഷീണം ഉണ്ടാവും, നിർജ്ജലീകരണം സംഭവിക്കും. എന്ന് നിങ്ങൾ ഇൻടേക്ക് കുറച്ച് കഴിഞ്ഞാൽ, ശരീരത്തിന് വിശപ്പ് തോന്നാത്ത സാഹചര്യത്തിൽ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ശരീരം മാലിന്യത്തെ പൂർണ്ണമായും പുറന്തള്ളുകയും നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവുകയും ചെയ്യില്ല. അപ്പൊ ഇത് കൃത്യമായി നിരീക്ഷിച്ചാൽ മതി. ശരിക്കും ഞാൻ ആ 10 വർഷമായ 10 വർഷത്തിന് ശേഷം ഇതുവരെ എനിക്ക് വയറിളക്കം ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ഇത് അറിയുന്നതുകൊണ്ടാണ്, അന്ന് പഠിച്ചുകൊണ്ടാണ് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റിയത് കേട്ടോ. ഓക്കെ, അടുത്ത ആളെ ലക്ഷ്യം. വലൈക്കും സ്ലാം. ആ പറഞ്ഞോളൂ. അതായത് നമ്മുടെ ശ്വാസകോശം വിസർജനാവയവം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കഫക്കെട്ട്, ജലദോഷം പോലുള്ളത് നമ്മുടെ ശരീരത്തിൽ നിന്ന് മാലിന്യം പുറന്തള്ളാനുള്ളൊരു പ്രവൃത്തിയാണ്, നമ്മുടെ ശരീരത്തിന്റെ പ്രവൃത്തിയാണ്. പക്ഷെ നമ്മള് കൂടുതലായിട്ട് തുടർച്ചയായിട്ട് കഫക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ നമ്മള് ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ സാധാരണ നമ്മൾ ചികിത്സ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. അതായത് അത്തരം ഘട്ടങ്ങളിലാണ് നമ്മൾ ചികിത്സ ചെയ്യുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ഒന്നും ചെയ്യാതെ തന്നെ 1 ദിവസം 2 ദിവസം കൊണ്ട് മാറുന്ന കാര്യം കൂടുതൽ ദിവസം ആകുക എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഇൻഫർമേഷൻ ശ്രദ്ധിക്കുന്നില്ല. ശരീരം നമുക്ക് ചില ഇൻഫർമേഷൻ തരുന്നുണ്ട്. ശരീരം തരുന്ന ഇൻഫർമേഷൻ എന്താണ്? ചിലപ്പോൾ നിങ്ങൾക്ക് വിശപ്പ് ഉണ്ടാവുന്നുണ്ടാവില്ല. പ്രത്യേകിച്ച് ഈ കഫമുള്ള ബോഡിയിൽ വിശപ്പ് കുറവായിരിക്കും, ഭക്ഷണത്തിന് രുചി കുറയും, സ്മെല്ല് കുറയും. അപ്പൊ കൃത്യമായി അവർക്ക് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ കഴിയില്ല, രുചി ഉണ്ടാവില്ല, മണം ഉണ്ടാവില്ല, ഗുണം ഉണ്ടാവില്ല. അപ്പൊ ഇത്തരം ആ സമയത്ത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വെറും 2-3 ദിവസം കൊണ്ട് മാറേണ്ട സംഗതി നമ്മൾ കേട്ടില്ലേ അല്ലെ? ജലദോഷം എന്ന് പറഞ്ഞാൽ മരുന്ന് കുടിച്ചാല് എത്ര ദിവസം കൊണ്ട് മാറും അല്ലെ? മരുന്ന് കുടിച്ചാൽ എത്ര ദിവസം കൊണ്ട് മാറും അല്ലെ? അത് പറഞ്ഞ പോലെ തന്നെ 7 ദിവസം കൊണ്ട് മാറും, ഇല്ല ഒരാഴ്ച കൊണ്ട് മാറുന്നു. ഒറ്റ ആഴ്ച കൊണ്ട് മാറാനുള്ളൂ, അല്ലെങ്കിൽ 7 ദിവസം എടുക്കും. ഈ പറഞ്ഞ പോലെ ശരീരത്തിന് ഇൻഫർമേഷൻ കൃത്യമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്രയൊന്നും പ്രയാസം ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അത് അനുഭവത്തിൽ വരുമ്പോൾ മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പൊ അത്തരം ഘട്ടം ചികിത്സ ചെയ്യാട്ടോ. അത്തരം ഘട്ടങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഈ പറഞ്ഞ സിംഗിൾ പോയിന്റ് ട്രീറ്റ്മെന്റ് ചെയ്യാം. ഇനി ചെയ്തിട്ടില്ലെങ്കിലും മാറും, ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് സ്പീഡാവും. ഒരാഴ്ച കൊണ്ട് മാറേണ്ടത് 2 ദിവസം കൊണ്ട് മാറിക്കിട്ടും ചികിത്സിക്കുമ്പോൾ. ഈ രീതിയിൽ ചെയ്യും. അതായത് നമ്മൾ കൃത്യമായി അക്യുപഞ്ചർ ചെയ്യുന്നത് ആ വ്യക്തിയുടെ നാഡി പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അപ്പോ ആ സമയത്ത് ആ ശരീരത്തിന്റെ അവസ്ഥ മനസ്സിലാവും. നാഡി നോക്കിക്കഴിഞ്ഞാൽ നിലവിലുള്ള അവയുടെ അവസ്ഥ കണ്ടീഷൻ മനസ്സിലാക്കുകയും ട്രീറ്റ്മെന്റ് ചെയ്യുകയും ഒരു 7 ദിവസം കൊണ്ട് മാറേണ്ടത് 2 ദിവസം കൊണ്ട് മാറിക്കഴിഞ്ഞാൽ അത്രയും ആശ്വാസം കിട്ടും. ചെയ്യുന്നത് ശരീരം ചെയ്യുന്ന പ്രവൃത്തിയെ സപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത് ചികിത്സയിൽ. ഓക്കെ, ഞാൻ ചോദിച്ചത് മെഡിസിൻ കഴിച്ചാൽ മാത്രമേ പുറത്തു പോകുന്നുള്ളൂ, മെഡിസിൻ കഴിച്ചാൽ മാത്രമേ പോകുന്നുള്ളൂ. അതെ, അതൊന്ന് ശ്രദ്ധിക്കണം. അതായത് മെഡിസിൻ കഴിച്ചാൽ മാത്രമല്ല പോകുന്നത്. ഇപ്പൊ നമുക്കൊക്കെ മെഡിസിൻ കഴിക്കാതെ വയറ്റിന് പോകുന്നുണ്ട്. മെഡിസിൻ കഴിക്കാതെ നമുക്ക് വയറ്റിന് പോകുന്നത്. ഒരു ദിവസം ഞാൻ പറഞ്ഞു, അതായത് ഒരു ദിവസം ഒരു വ്യക്തിക്ക് ഒരു 5 നേരം ഭക്ഷണം കഴിക്കുന്ന ആള് ഏറ്റവും ചുരുങ്ങിയ 3 നേരം വയറ്റിന്ന് പോകണം. എന്നാലേ ആൾക്ക് ശരിക്കും വയറ്റിന്ന് പോകുന്നുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. മനസ്സിലാണോ? 5 നേരം കഴിക്കുന്ന ആൾക്ക് 3 നേരം പോകണം. ഒരു 4 നേരം കഴിക്കുന്നവർ 2 നേരമെങ്കിലും വയറ്റിന്ന് പോകണം എന്നുള്ളതാണ്. നമ്മൾ ആകെ വയറ്റിന്ന് ഒരു പ്രാവശ്യം പോകും, ഒരു നേരം പോകുമ്പോൾ നമ്മൾ നല്ല വയറ്റിന്ന് പോകുന്നു പറയും. ശരിക്കും നിങ്ങൾ മരുന്ന് കഴിച്ച് പോക്കി, മരുന്ന് വേണ്ട, നിങ്ങൾ എന്തെങ്കിലും ആവണക്കെണ്ണയോ അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചമരുന്നുകളോ മരുന്നുകളോ എന്ത് കഴിച്ച് വയറ്റുന്ന് പോക്കിയാലും ശരീരത്തിന്റെ കുടലിന്റെ മസില് വീക്കാവും. മസിൽ വീക്കായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത തവണയും വയറ്റിന്ന് പോകാൻ പ്രയാസവും. അപ്പോൾ നിങ്ങൾ ഇതന്നെ കഴിക്കേണ്ടി വരും. മനസ്സിലാണോ? അതായത് വയറ്റിന്ന് പോകാതിരുന്നാൽ നിങ്ങൾ അതിൽ മരുന്ന് കഴിച്ചാൽ കുടലിന്റെ മസില് വീക്കാവുകയും അടുത്ത തവണ നിങ്ങൾ 1 ഗുളിക കുടിക്കണം, 2 ഗുളിക കുടിക്കണം. നേരെ മറിച്ച് ശരീരത്തിന്റെ സിഗ്നൽ, അതായത് വയറ്റിന്ന് പോകാതിരുന്നാൽ നമുക്ക് വിശപ്പ് കുറയും. അത് ശ്രദ്ധിച്ചാൽ മതി. വയറ്റിന്ന് പോകാത്താക്ക് എന്ത് ചെയ്യും? വിശപ്പ് കുറയും. അപ്പൊ അയാൾ കഴിക്കാതിരുന്നാൽ മാത്രം മതി. കാരണം ശരീരത്തിൽ ഒരു വിസർജനം ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ശരീരം, ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻടേക്ക് ശരീരം വരുന്ന അസിമിലേഷൻ നിർത്തും, സ്റ്റോപ്പ് ചെയ്യും. അപ്പോ വിശപ്പ് കുറയുന്ന ഘട്ടങ്ങൾ അയാൾ വീണ്ടും കഴിച്ചുകൊണ്ടിരുന്നാൽ അയാളെ കോൺസ്റ്റിപ്പേഷൻ കൂടുതൽ പ്രശ്നമാവുകയും അയാളെ മലബന്ധം ഉണ്ടാവുകയും അത് ഭാവിയിലേക്ക് പൈൽസും ഫിസ്റ്റുലയും ഫിഷറും ഒക്കെ ആയി മാറുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും മരുന്ന് കഴിച്ച് നിങ്ങൾ വയറ്റിന്ന് പോകാൻ ശ്രമിക്കരുത്. കാരണം വയറ്റിന്ന് പോക്കുക എന്നുള്ളത് ശരീരത്തിന്റെ ജോലിയാണ്. ഇത് ശരീരം കൃത്യമായി ചെയ്യുന്നുണ്ട്. ആ ശരീരം അതിനുള്ള സിഗ്നൽ തരുന്നുണ്ട്. ഇത് കൃത്യമായി ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും.
ഓക്കെ. ഹലോ ഹലോ ഒന്ന് ലൈനിൽ വരുമോ? ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ് ജസ്റ്റ് ഇടയിൽ നടക്കുന്നത്. ഞാൻ ഷമീമ, കാസർഗോഡ്. ഹലോ, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാനൊരു 13 വർഷമായിട്ട് ഇൻസുലിൻ എടുത്ത വ്യക്തിയാണ്, ഷുഗറിന്. അപ്പോ 2 വർഷമായിട്ട് ഇപ്പോ അക്യുപഞ്ചർ ട്രീറ്റ്മെന്റില് അൽഹംദുലില്ലാ എന്റെ അതിൽ വരുന്ന എല്ലാ അസ്വസ്ഥയും മാറിയിട്ടുണ്ട്. ആ ഷുഗറിന് ഇൻസുലിൻ എടുക്കുന്ന സമയത്ത് എനിക്ക് ഉണ്ടായ ബുദ്ധിമുട്ട് അതെനിക്ക് അറിയൂ. അപ്പൊ ആ നിർത്തിയതിന് ശേഷം എന്റെ ക്ഷീണായാലും ഞാൻ ഒരു സുഖം അനുഭവിക്കുന്നു പറയാ, അത്രയും നല്ലൊരു രീതിയാന്നുള്ളത്. അപ്പൊ ആദ്യം എനിക്ക് പറയാനുള്ളത്, മരുന്ന് നിർത്തുന്നവര് അവരവര് ഭയമില്ലാതെ അവരിഷ്ടത്തോടു കൂടി നിർത്തണം. മറ്റുള്ളവർ പലതും പറയും, ഇങ്ങനെ മരുന്ന് നിർത്തിയാ ഇങ്ങനെ ആവും. നമുക്ക് കുറെ അനുഭവം ഉണ്ടായിന് അങ്ങനത്തെ. അപ്പോ പ്രഷറിന് ഗുളിക കഴിക്കുന്നുണ്ടായി ഞാന്. ഇപ്പോ പ്രഷറിന് ഒരു ഗുളികയും 2 വർഷമായി ഒരു ഗുളികയും കഴിക്കാതെ ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. പ്രഷറിന് എത്ര കാലം മരുന്ന് കഴിച്ചു നിങ്ങള്? ഞാൻ ഒരു 6 മാസം കഴിച്ചിട്ടുണ്ടാവും. 6 മാസം അന്നല്ലേ? 2 വർഷം മരുന്ന് കഴിക്കുന്നില്ല അല്ലേ? ഇല്ല, 2 വർഷമായി മരുന്നൊന്നുമില്ല. 13 വർഷം ഈ ഗുളികളിൽ കഴിച്ചിന്. പിന്നെ ഫോളിക് ആസിഡ്, ചോര ഇതാന്ന് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഗുളിക തന്നിട്ടുണ്ടായി ഞങ്ങക്ക്. അപ്പൊ പ്രഷറിൻ്റെത് തുടക്കമാണ്. പിന്നെ ഇപ്പൊ പ്രഷർ ഹൈ ഉണ്ട് പറഞ്ഞിട്ട്. അപ്പൊ ഇപ്പൊ ഒരു ഗുളികയും ഇല്ലാതെ അതിന്റെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ആ സമയത്ത് ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട് പറഞ്ഞെങ്കിൽ ക്ഷീണം, അപ്പൊ പിന്നെ കിടക്കണം, ആ ഒരു അവസ്ഥയിലാന്നുണ്ടായിന. അപ്പൊ മരുന്ന് നിർത്തുന്ന സമയത്ത് എല്ലാരും മരുന്ന് നിർത്തി എനിക്ക് എന്തെങ്കിലും ആവോ, ആ ഒരു ഭയം ഇല്ലാതെ നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ നേരെ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ? ഇല്ല, ഇപ്പൊ എനിക്കൊരു ബുദ്ധിമുട്ടില്ല. ഇപ്പൊ അക്യുപഞ്ചർ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ എന്താ ഇത് ചെയ്യുന്നുണ്ടോ? ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടോ? അപ്പൊ പഠിച്ചിട്ടുണ്ടോ? ഇപ്പൊ പഠിച്ചു കഴിഞ്ഞ് ഇപ്പൊ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. കുറെ ആളെല്ലാം എന്റെ ഇത് കണ്ടിട്ട് കുറെ ആളെല്ലാം മുമ്പോട്ട് വന്നിട്ടുണ്ട്. ഇതൊന്നും അറിയാത്തൊരു സ്ഥലത്താണ് ഞാൻ ഉണ്ടായത്. അക്യുപഞ്ചർ എന്ത് പോലും അറിയാത്തൊരു സ്ഥലത്താണ് ഉണ്ടായത്. ഞാന് കാസർഗോഡ് പള്ളിക്കര. ഇപ്പൊ നിങ്ങളിപ്പോ രോഗം മാറി, ചികിത്സ പഠിച്ചു, പ്രാക്ടീസ് ചെയ്യുന്നു അല്ലേ? പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറെ ആളെ ഇപ്പൊ എന്റെ അടുത്ത് വന്ന് കുറെ ആളെ ഞാൻ ചെയ്യുന്നുണ്ട്. ഈ ഷുഗർ എല്ലാവർക്കും പേടിയാണ്. ഈ ഒരു ഷുഗറിന് മരുന്ന് നിർത്തിയാ എന്തെങ്കിലും, പ്രഷറിന് കൂടുതൽ പ്രഷർ നിർത്തി കഴിഞ്ഞെങ്കിൽ സ്ട്രോക്ക് ആവും എന്നുള്ള പേടിയിൽ കുറെ ആളങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പൊ അതൊന്നും ഉണ്ടായില്ല. നമ്മളെ മനസ്സറിഞ്ഞ് ഭയം ഇല്ലാതെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ആയില്ല എന്ന് എന്റെ അനുഭവത്തിലൂടെ പറയാനുള്ളത്.